വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ലോകം മുഴുവൻ കൊറോണ എന്ന രോഗത്തിന്റെ ഭീഷണിയിലാണ് ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും തന്നെ ഇപ്പോൾ 7 ദിവസം, ഇന്നേക്ക് 7ാമത്തെ ദിവസമാണ് ഞങ്ങളിപ്പോൾ വീട്ടിൽ ഉള്ളത്. ഞങ്ങൾ പുറത്തൊന്നും പോയിട്ടില്ല, ഫുൾ ടൈം വീട്ടിൽ തന്നെ ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുക അങ്ങനെ ഒരു ചിന്തയാണ് വരുന്നത്. പക്ഷെ അത് തികച്ചും തെറ്റായ ധാരണയാണ്. വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ കരുതിയത് ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ 2-3 വീഡിയോസൊക്കെ ചെയ്യാം, പെട്ടെന്ന് തന്നെ ചെയ്യാം. പക്ഷെ അത് നടക്കുന്ന കാര്യമല്ല. നമ്മളെ വർക്ക് ഓഫീസിലെ വർക്കും വീട്ടിലെ വർക്കും രണ്ടും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം എല്ലാവരും ഇപ്പം കൊറോണ എന്ന രോഗത്തിൻ്റെ ഭീതിയിൽ എല്ലാവരും മുന്നോട്ട് പോവാണ്. ഇപ്പം നമ്മൾക്ക് നമ്മുടെ പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധം തന്നെ ഇപ്പം മുറിഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് പെട്ടെന്നൊരു നാട്ടിലേക്ക് പോകണമെങ്കിൽ തന്നെ അവിടത്തേക്ക് എത്താൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് നമ്മളിപ്പം. അപ്പം ഈ ഒരു സ്ഥിതി പെട്ടെന്ന് തന്നെ മാറിയിട്ട് നമ്മുടെ ലോകം വീണ്ടും പണ്ടത്തെ മാതിരി നല്ലൊരു സേഫ് സിറ്റുവേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഒരു വ്യത്യസ്തമായ ഒരു റൈസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് ബസുമതി റൈസോ അല്ലെങ്കിൽ ജീരകശര റൈസോ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുണ്ടാക്കി കഴിഞ്ഞാൽ. എനിക്ക് ഈ ഒരു ചോറ് കൂടുതൽ ഇഷ്ടം ഒന്നുകിൽ പൊന്നിയരി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം റേഷൻ അരി, അതിൽ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. റേഷൻ അരിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞങ്ങൾ ഇതിനെ തക്കാളി ചോറ് എന്നാണ് പറയുന്നത്. ഇപ്പം ഈ ഒരു തക്കാളി ചോറ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സിലൊക്കെ നല്ല വാഴയില, ഇപ്പം നാട്ടിലുള്ളവരാണെങ്കിൽ നല്ല വാഴയിലയിൽ പൊതിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചക്ക് അത് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിന് നിങ്ങൾക്ക് മുട്ടയും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. നല്ല വലുപ്പമുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയ തക്കാളിയും ഒരു വലിയ തക്കാളിയുടെ അരഭാഗമാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഒരു 3 വെളുത്തുള്ളി, കുറച്ച് മല്ലിയില. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് ഗ്രാമ്പുവാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 6 ഗ്രാമ്പു ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചോറാണ്. ഇവിടെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ ചോറ്. ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം ഇവിടെ കിട്ടുന്ന JR റൈസ് മാതിരിയുള്ള വേറൊരു ടൈപ്പ് റൈസാണ്. പിന്നെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമ്മളെല്ലാം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത്. ഇനി ഫസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ ചതച്ചെടുക്കണം. ഞാനിവിടെ ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയുടെ പകുതി ഭാഗമല്ല, ഒരു 3/4 ഭാഗത്തോളം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, നമ്മളെ ഗ്രാമ്പു ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. നല്ലതുപോലെ അരഞ്ഞ് അങ്ങ് പേസ്റ്റ് മാതിരി ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാന് നല്ലതുപോലെ ചൂടായിട്ട് വരട്ടെ. പാന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. എണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇടുകയാണ്. നമ്മളെ നാട്ടിൽ ഇതിന് ഉള്ളി എന്നാണ് പറയുന്നത്, വെല്ലുള്ളി എന്നാണ് പറയുന്നത്. അത് മുഴുവൻ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇടുകയാണ്. അപ്പം ഉള്ളിൽ ഉപ്പിടുമ്പം ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിടാൻ ശ്രദ്ധിക്കുക. ഇപ്പം രണ്ടും കൂടി നമുക്ക് കറക്റ്റ് അളവിലായിരിക്കണം. ഉപ്പ് രണ്ടിലും കൂടി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അധികമായി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇടുകയാണ്. തക്കാളി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്ത് ഇടാൻ പോകുന്നത്, നമ്മൾ അരച്ചു വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, മല്ലിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി തക്കാളി നല്ലതുപോലെ അടിഞ്ഞ് കിട്ടണം. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചൊരു ഉപ്പ് ഇടുക. നമ്മളെ തക്കാളിയൊക്കെ നല്ലതുപോലെ അടിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം.
ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ടിടാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഞാൻ ഇടാൻ പോകുന്നത് 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പം എരിവ് കൂടുതലായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി എടുക്കുക. അതേമാതിരി കാശ്മീരി മുളക് പൊടി ഇടുമ്പം ആ ചോറിന് നല്ലൊരു കളറും കിട്ടും. ഇനി എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഞാൻ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ മസാലകളിൽ നിന്ന് തക്കാളിയിൽ നിന്നും ഉള്ളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണത്. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല കളറ് കാണാം. നിങ്ങൾക്ക് ഇപ്പം തോന്നും അയ്യോ ഈ മസാല ഈ ചോറിന് കുറവല്ലേന്ന്. അല്ല, നമ്മൾ ആ ഒരു ഇത് മിക്സ് ആകുമ്പം അത് കറക്റ്റായിട്ട് വരും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറ് ഇടാം. നല്ല വെള്ള ചോറ് ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും നേരം തീ ലോ ഫ്ലെയിമിലാണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. മസാല എല്ലായിടത്തേക്കും എത്തുന്നത് പോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. നോക്കിയേ, എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കണം. ഇതെന്തിനാണ് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ചോറിനൊരു നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുരുമുളക് പൊടി ചേർക്കുന്നത്. നിങ്ങൾക്കറിയാം, ഫ്രൈഡ് റൈസിനൊക്കെ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു വേറെ തന്നെ മണമായിരിക്കും. അതേമാതിരി ഈ ചോറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പേരിന് ഒരു 1/4 സ്പൂണ് മാത്രം കുരുമുളക് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. ഇത് നമ്മുടെ മുട്ട വേവിച്ചിട്ട് അതിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എപ്പോഴും ഇതിൻ്റെ കൂടെ മുട്ട വേവിച്ചിട്ട് നമ്മുടെ സാലഡ് ഉണ്ടല്ലോ, നമ്മുടെ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന സാലഡ്, അത് വെച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല മത്തിയോ അല്ലെങ്കിൽ അയിലയോ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാം. ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ നല്ല കുശാലായി നമ്മുടെ ഫുഡ്. എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിൽ ഇത് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണത്. അപ്പം മുന്നേ പറഞ്ഞതുപോലെ എല്ലാവരും ജാഗ്രതയോടെ സേഫായിരിക്കുക. നമ്മുടെ കൈകൾ എപ്പോഴും ശുചിയായിട്ട് വയ്ക്കുക. നമ്മൾ പുറത്ത് പോയി വരികയാണെങ്കിൽ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല, അവർ ആ സ്നേഹത്തോടെ പെട്ടെന്ന് പോയിട്ട് നിങ്ങളെ കെട്ടിപ്പിടിച്ചെന്ന് വരാം. പക്ഷെ അതിനൊരിക്കലും നിങ്ങൾ വിടാതിരിക്കുക. നിങ്ങളുടെ കൈയൊക്കെ വാഷ് ചെയ്ത് നമ്മൾ നല്ലതുപോലെ ശുചിയായതിനു ശേഷം മാത്രം കുഞ്ഞുങ്ങളെ കൈകൊണ്ട് തൊടുക. ഇതൊക്കെ ഇപ്പം എല്ലാവരും പറയുന്നത് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. കാരണം നമ്മൾ അത്രയും ഒരു മോശമായ ചുറ്റുപാടിലൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ ഒരിക്കലും ഒരു വെക്കേഷനായിട്ട് കരുതാതെ നമ്മൾ സേഫായി വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.